തൃശൂർ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് കമ്മീഷണർ അശോകിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട യുഡിഎഫും എൽഡിഎഫും പൂരം പ്രതിസന്ധിയിലാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നു എന്നാണ് എൽഡിഎഫ് ഇപ്പോൾ പറയുന്നത്. പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഗൗരവമേറിയതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഡിജിപിയുടെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുണ്ട്. അപ്പോൾ അത്തരം പരാതികളെ പറ്റി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ പരിമിതിയുള്ള സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്കൊരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ തുറന്നെന്താണോ വേണ്ടത് ആ നടപടി എടുക്കാവുന്നതാണ്. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ലഭിച്ച പരാതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. DGPയോട് എന്താണ് സംഭവിച്ചെന്ന് പരിശോധിക്കാൻ പറയുന്നു. ഗൗരവമുള്ള വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് LDFന്റെ ഒരു ആശങ്ക. സൂരജ്, ഉന്മേഷ്, ജില്ലയിൽ നിന്നുള്ള മന്ത്രി K രാജൻ അടക്കം മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ശക്തമായ അതിർത്തി ഈ വിഷയത്തിൽ അറിയിക്കുകയുണ്ടായിരുന്നു. തുടർന്ന് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പം മുമ്പ് നമ്മൾ മന്ത്രി K രാജനുമായി സംസാരിച്ചിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ പാർട്ടിക്കും അതുപോലെ തന്നെ ജില്ലയിലെ മന്ത്രി എന്ന നിലയിൽ തനിക്കുമുള്ള അതിർത്തി മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ DGPയോട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFനും UDFനും അടക്കം വലിയ തരത്തിലുള്ള അതിർത്തികളുണ്ട്. UDF ആകട്ടെ പറയുന്നത് BJPക്ക് വോട്ടുകൂട്ടാൻ വേണ്ടി ഉണ്ടായ നടപടിയാണ് ഇത് എന്ന് പറയുമ്പോഴും LDF പറയുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം. കമ്മീഷണറുടെ ഭാഗത്ത് അങ്കിത് അശോകിന്റെ ഭാഗത്ത് കൃത്യമായ വീഴ്ചയുണ്ട്. ആ വീഴ്ച പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. BJPയും കോൺഗ്രസും എല്ലാം ഇത് കൃത്യമായ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു അട്ടിമറി ഉണ്ട് എന്ന് LDF കരുതുന്നു, അത് പ്രതീക്ഷിക്കുന്നു. അന്ന് ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ തിരുവമ്പാടിയുടെ ദേവസ്വം ഓഫീസിൽ RSS നേതാക്കളായ വത്സം തില്ലങ്കരി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതെല്ലാം തന്നെ ഇതിന്റെ അട്ടിമറിയാണ് എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് കാരണമായി പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ BJP പറയുന്നത് ഇതിൽ കൃത്യമായ പോലീസ് വീഴ്ചയുണ്ട്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഭക്തർക്കെതിരായ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്, അതിൽ കൃത്യമായ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വിഷയം വലിയ ചർച്ചയായി മാറുന്നു. പക്ഷേ സർക്കാരിനെയും LDFനെയും സംബന്ധിച്ച് ഒരു പ്രതിരോധം ഈ ഘട്ടത്തിലുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ കമ്മീഷണർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിക്കും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ഒരു പ്രധാന വെല്ലുവിളി. അതെങ്ങനെ മറികടക്കാം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതിലടക്കം കൂടിയാലോചനകൾ LDFനുള്ളിൽ നടക്കുന്നുണ്ട്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.